3 മത്സര ഏകദിന പരമ്പര തൂത്തുവാരിയിരിക്കുകയാണ് ടീം ഇന്ത്യ. ആദ്യ 2 മത്സരങ്ങളിലും 4 വിക്കറ്റിന്റെ ജയം നേടിയ ഇന്ത്യ അഹമ്മദാബാദിൽ നടന്ന 3-ാം ഏകദിനത്തിൽ 142 റൺസിനാണ് എതിരാളികളെ തകർത്തത്. ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് നടന്ന പരമ്പരയിൽ ഇത്തരത്തിൽ ഒരു വിജയം നേടാനായത് ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം വാനോളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിക്ക് തൊട്ടു മുൻപ് നടന്ന പരമ്പരയായതിനാൽ ഇന്ത്യ ചില പരീക്ഷണങ്ങളും കഴിഞ്ഞ മത്സരങ്ങളിൽ നടത്തിയിരുന്നു. ബാറ്റിംഗ് നിരയിലും ബോളിംഗ് നിരയിലുമെല്ലാം മാറ്റങ്ങൾ വന്നെങ്കിലും വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് യാതൊരു പരീക്ഷണത്തിനും ടീം പക്ഷേ തയ്യാറായിട്ടില്ല. സീനിയർ താരം KL രാഹുലായിരുന്നു 3 മത്സരങ്ങളിലും ഇന്ത്യയുടെ വിക്കറ്റ് കാത്തത്. ആദ്യ 2 കളികളിലും ബാറ്റിംഗിൽ ഫ്ലോപ്പ് ആയതോടെ 3-ാം ഏകദിനത്തിൽ രാഹുലിനെ മാറ്റി പകരം ഋഷഭ് പന്തിനെ ഇന്ത്യ കളിപ്പിച്ചേക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും അതുണ്ടായില്ല. 3-ാം ഏകദിനത്തിലും ഇന്ത്യയുടെ വിക്കറ്റ് കാത്ത രാഹുൽ 40 റൺസെടുത്ത് ബാറ്റിംഗിൽ തിളങ്ങുകയും ചെയ്തു. ഋഷഭ് പന്തിനെ ഒരു കളിയിൽ പോലും പ്ലേയിങ് 11-ൽ ഇറക്കാതിരുന്നത് ആരാധകരുടെ നെറ്റി ചുളിപ്പിച്ചിരുന്നു. 3-ാം ഏകദിനത്തിലെ വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ ഇക്കാര്യത്തിൽ വിശദീകരണം നടത്തിയിട്ടുണ്ട്. KL രാഹുലാണ് ഇന്ത്യയുടെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ എന്ന് തുറന്നു പറഞ്ഞ ഗംഭീർ 2 വിക്കറ്റ് കീപ്പർമാരെ ഒരുമിച്ച് കളിപ്പിക്കാൻ സാധിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടുകയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിലും 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറായി രാഹുൽ തന്നെ കളിക്കുമെന്നും പന്തിന് ബെഞ്ചിൽ തന്നെ ഇരിക്കേണ്ടി വരുമെന്നുള്ള സൂചനകളാണ് ഗംഭീറിന്റെ വാക്കുകളിൽ നിന്നും ലഭിക്കുന്നത്. ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് യശസ്വി ജയ്സ്വാളിനെ തഴഞ്ഞതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനും പത്രസമ്മേളനത്തിൽ ഗംഭീർ മറുപടി നൽകി. വിക്കറ്റുകൾ എടുക്കാൻ കെൽപ്പുള്ള ഒരു താരത്തെ വേണമായിരുന്നുവെന്നും അതുകൊണ്ടാണ് ജയ്സ്വാളിന് പകരം വരുൺ ചക്രവർത്തിയെ ടീമിൽ ഉൾപ്പെടുത്തിയത് എന്നുമാണ് ഗംഭീർ ചൂണ്ടിക്കാട്ടുന്നത്. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ അന്തിമ സ്ക്വാഡിനെയും കഴിഞ്ഞ ദിവസമാണ് BCCI പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച പ്രൊവിഷണൽ സ്ക്വാഡിൽ 2 നിർണായക മാറ്റങ്ങൾ വരുത്തിയാണ് അന്തിമ ടീമിനെ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പരിക്കിന്റെ പിടിയിലായ ജസ്പ്രീത് ബുംറയെയും ഒപ്പം ഓപ്പണർ യശസ്വി ജയ്സ്വാളിനെയും ടീമിൽ നിന്ന് ഒഴിവാക്കി പകരക്കാരായി ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി എന്നിവരെ ഉൾപ്പെടുത്തി. 15-അംഗ ടീമിന് പുറമെ 3 റിസർവ് താരങ്ങളെയും ICC ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 15-അംഗ ടീമിലെ ഏതെങ്കിലും കളിക്കാർക്ക് പരിക്ക് പറ്റുകയാണെങ്കിൽ ഈ 3 പേരിൽ നിന്നായിരിക്കും പകരക്കാരനെ തിരഞ്ഞെടുക്കുക. ആവശ്യമെങ്കിൽ മാത്രമേ ഇവർ മത്സരം നടക്കുന്ന ദുബായിലെ വേദിയിലേക്ക് പോകേണ്ടി വരൂ. ആദ്യം പ്രഖ്യാപിച്ച സ്ക്വാഡിൽ നിന്ന് പുറത്തായ ഓപ്പണർ യശസ്വി ജയ്സ്വാളാണ് റിസർവ് താരങ്ങളിൽ ഒരാൾ. യശസ്വിയെ സംബന്ധിച്ചിടത്തോളം റിസർവ് ലിസ്റ്റിലേക്ക് വീണത് തീർത്തും നിരാശാജനകമാണ്. വലങ്കയ്യൻ പേസർ മുഹമ്മദ് സിറാജാണ് മറ്റൊരു റിസർവ് താരം. നേരത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ നിന്ന് സിറാജ് തഴയപ്പെട്ടത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരുന്നു. താരത്തെ റിസർവ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് BCCI. മുഹമ്മദ് ഷമി, ഹർഷിത് റാണ, അർഷ്ദീപ് സിംഗ് എന്നിവരാണ് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലെ സ്പെഷ്യലിസ്റ്റ് പേസർമാർ. ഇവരിൽ ആർക്കെങ്കിലും കളിക്കാനാവാത്ത സാഹചര്യം വന്നാൽ പകരക്കാരനായി സിറാജിനെ ഇന്ത്യക്ക് പരിഗണിക്കാനാവും.